വ്യാജ നീറ്റ് സർട്ടിഫിക്കറ്റുമായി മെഡിക്കൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥിനി അറസ്റ്റിൽ. തമിഴ്നാട് ദിണ്ടിഗൽ പഴനി സ്വദേശി കാരുണ്യ ശ്രീദർശിനിയാണ് പിടിയിലായത്. വിദ്യാർത്ഥിനിയുടെ മാതാപിതാക്കളും അറസ്റ്റിലായി. വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഹീസാണ് ചേരുന്നത്. റഹീസ്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഈ ഇത്തരത്തിൽ വ്യാജ നീറ്റ് സർട്ടിഫിക്കറ്റുമായിട്ട് മെഡിക്കൽ പ്രവേശനം നേടുന്നു എന്ന് പറയുമ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് സാധ്യമാകുന്നത് എന്ന ചോദ്യം കൂടിയുണ്ടല്ലോ. ക്രിസ്റ്റീന, ഈ നീറ്റ് പരീക്ഷയ്ക്ക് ദിണ്ടിഗൽ പഴനി സ്വദേശിയായ കാരുണ്യ പ്രിയദർശിനിക്ക് 228 മാർക്കാണ് ലഭിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കുട്ടിക്ക് പ്രവേശനം ലഭിക്കില്ല, പരീക്ഷ പാസ്സായില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരും. അപ്പോൾ 456 മാർക്ക് കിട്ടി എന്ന രീതിയിൽ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചാണ് ഇവർ അഡ്മിഷൻ നേടുന്നത്. അതായത് മെഡിക്കൽ പ്രവേശനമാണ് ഈ കുട്ടി നേടിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ അതിന് പിന്നാലെ ഈ കോളേജ് അധികൃതർ വിദ്യാർത്ഥികളുടെ പട്ടിക ചെന്നൈയിലെ ഡയറക്ടറേറ്റിലേക്ക് അയച്ചപ്പോഴാണ് ഈ തട്ടിപ്പ് വിവരങ്ങൾ പുറത്തു വരുന്നത്. അവിടെ വെച്ച് ഈ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി പരിശോധിക്കുമ്പോഴാണ് ഈ സർട്ടിഫിക്കറ്റ് വ്യാജമാണ് എന്ന് കണ്ടെത്തിയത്. ഈ മെഡിക്കൽ പ്രവേശനം നേടിയ അല്ലെങ്കിൽ ഈ കോളേജിന് ഇക്കാര്യം മനസ്സിലായില്ല എന്ന കാര്യം കൂടി ഇതിൽ നിന്ന് വ്യക്തമാവുകയാണ്. ഇത് വ്യാജ സർട്ടിഫിക്കറ്റ് ആണ് എന്ന് മനസ്സിലായിരുന്നില്ല. അതിന് പിന്നാലെയാണ് ഇന്നലെ വൈകിട്ടോടുകൂടി കാരുണ്യ പ്രിയദർശിനി പിടിയിലാകുന്നത്. ഒപ്പം തന്നെ അച്ഛൻ സോക്കനാഥൻ, അമ്മ വിജയ മുരുകേശ്വരി എന്നിവരെ കൂടി പിടികൂടിയിട്ടുണ്ട്. ഈ അച്ഛൻ സർക്കാരിൻ്റെ ലാൻഡ് സർവൈവർ ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ എവിടെ നിന്നാണ് ഈ ദിണ്ടിഗൽ മെഡിക്കൽ കോളേജിലാണ് ഇവർ പ്രവേശനം നേടാനായി ഈ സർട്ടിഫിക്കറ്റ് നൽകുന്നത്. അവിടെ പഠിച്ചു വരികയാണ്, പഠനം തുടങ്ങുക കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എവിടെ നിന്നാണ് ഈ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അന്വേഷണം നടത്തി വരുന്നത്. ഈ കുട്ടിയുടെ പിതാവാണ് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച് നൽകിയതെന്ന് പറയുന്നു. അതിന് ഏതൊക്കെ തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായി എന്നുള്ള അന്വേഷണമാണ് നിലവിൽ നടന്നു വരുന്നത്. എന്തായാലും 228 മാർക്ക് നേടിയ വിദ്യാർത്ഥിയാണ് 456 മാർക്ക് കിട്ടിയെന്ന്, ഏതാണ്ട് അതിന് ഇരട്ടിയോളം മാർക്ക് കിട്ടിയെന്ന് കാട്ടിക്കൊണ്ട് ഇത്തരത്തിലൊരു സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് നൽകിയത്. അത് ആ കോളേജ് അധികൃതർക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞില്ല, പ്രവേശനം നേടുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഡയറക്ടറേറ്റിലേക്ക് അയക്കുമ്പോൾ മാത്രമാണ് ഇക്കാര്യത്തിലൊരു വ്യക്തത വരുന്നത്. അതിന് പിന്നാലെ ആയിരുന്നു ഈ അറസ്റ്റൊക്കെയും. ക്രിസ്റ്റീന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.